ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരു ചെന്നായുടെ കയ്യില് ഒരു ആടിനെ കിട്ടിയാല്, തനിക്ക് ഒരു ഇരയെ കിട്ടിയാൽ കടിച്ചു കീറി കുടഞ്ഞ് ചെന്നായ്ക്കളുടെ ഒരു മനോഭാവമുള്ള അങ്ങനെയുള്ളവരുടെ അടുക്കലേക്കാണ് ആടിനെ പോലെ നിഷ്കളങ്കരായിട്ടാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. സ്തോത്രം. പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പാമ്പിന് നല്ല കേൾവിശക്തിയാണ്. മനുഷ്യനും ഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. പ്രാവെന്ന് പറയുമ്പോൾ കളങ്കമില്ലാത്തതാണ്, നിഷ്കളങ്കതയാണ് പ്രാവ്. നമ്മുടെ ഉള്ളം നിഷ്കളങ്കമായിരിക്കണം. നമ്മള് ഒരു വ്യക്തിയെ തുരന്നെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലാഭേച്ഛ കൊണ്ടോ ആയിരിക്കരുത് ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലേണ്ടുന്നത്. അപ്പോൾ നമ്മൾ കളങ്കമില്ലാത്തവരുമായിരിക്കണം. പിന്നെ പറയുന്ന 17ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ മനുഷ്യർ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. ഈ മനുഷ്യരെന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന കാര്യത്തിന് അടുത്ത സെക്കൻഡിൽ അവർക്കതിന് വാല്യൂ ഇല്ലാത്ത വ്യക്തികളാണ് ഭൂരിഭാഗം പേരും. ഹല്ലേലൂയ. നിലപാടുകളില്ലാത്ത വ്യക്തികൾ, തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്ത് അതിക്രമവും ചെയ്യുവാൻ മടിയില്ലാത്തൊരു കൂട്ടരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും, അതായത് അവർ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും, തങ്ങളുടെ പള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചമ്മട്ടി കൊണ്ടുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം വാക്കുകൾ കൊണ്ടാണ്. പരസ്പരം വിശ്വാസികൾ തന്നെ, പാസ്റ്റർമാര് തന്നെ, ദൈവവേല ചെയ്യുന്നവര് തന്നെ പരസ്പരം അടിക്കാണ്, വാക്കുകൾ കൊണ്ട് അടിക്കാണ്. എന്നിട്ട് ജാതികളുടെ മുമ്പിലേക്ക് ഇത് ഇട്ടു കൊടുക്കുകയും ജാതികളുടെ അവരെടുത്തിട്ട് ഇതിനെ അമ്മാനമാടുന്ന ഒരു സ്ഥിതിയിലേക്കും വരികയാണ്. സ്തോത്രം. ഇവിടെ യഥാർത്ഥമായി നിൽക്കുന്ന വ്യക്തികൾക്കും ഈ പള്ളികളിൽ വെച്ചിട്ടുള്ള ചമ്മട്ടി കൊണ്ടുള്ള അട്ടികൾ, അത് ഫിസിക്കലായിട്ടുള്ള അട്ടികൾ ഉണ്ടാവും. ദൈവനാമത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യേശുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളെ അടിയും അവരെ വല്ലാതെ ഉപദ്രവവും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ യേശു ഇതിവിടെ മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. യേശുവിന്റെ നിമിത്തം, യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട്, യേശുവിന്റെ വചനം തെരുവോരങ്ങളിൽ സംസാരിക്കുന്നത് കൊണ്ട്, വ്യക്തികളോട് പറയുന്നത് കൊണ്ട് ഇതൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലാതെ പോകുന്ന വഴിക്കെല്ലാം കർത്താവിന്റെ നാമത്തിലല്ലേ വന്നത്, അതുകൊണ്ട് എല്ലാം കർത്താവ് നോക്കിക്കൊള്ളും, എനിക്കൊരു അനർത്ഥവും വരത്തില്ല. ശരിയാണ്, ഒരു അനർത്ഥവും വരത്തില്ല, കാരണം കർത്താവിന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ്. പക്ഷെ മനുഷ്യർ ഇന്ന വിധമൊക്കെ ചെയ്യും. അത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അടിക്കുകയും നാടുവാഴികൾക്ക് രാജാക്കന്മാർക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും, അതായത് കോർട്ടിലും ജയിലിലും ഒക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. അപ്പൊ അത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഇത് ഇങ്ങനെയൊക്കെ നടക്കും. ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളെ അത്രത്തോളം പീഡിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യേശുവിന്റെ നാമം വീണ്ടും അവിടെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ എന്ത് പ്രതികൂലങ്ങൾ വന്നിരുന്നാലും, എന്ത് വലിയ വാർത്തകൾ ഉണ്ടായിരുന്നാലും, ചിലപ്പോൾ ഒരു നെഗറ്റീവ് വാർത്തയായിരിക്കാം പ്രചരിക്കുന്നത്. അവിടെ നെഗറ്റീവ് വാർത്ത പ്രചരിച്ചിരുന്നാലും യേശു എന്നൊരു പേര് അതിൻ്റെ ഇടയിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ പേരിനെ ദൈവം അത് പോസിറ്റീവാക്കി മാറ്റുന്നുണ്ടാകും. ശത്രു ദോഷത്തിൽ പരീക്ഷിച്ച് ദോഷമായിട്ടുള്ളത് ഇട്ട് തകർക്കാൻ നോക്കുമ്പോൾ യേശു അവിടെ എന്ത് ചെയ്യും? അത് നന്മയ്ക്കായിട്ട് അങ്ങ് മാറ്റിയെടുത്ത് അനേകരിലേക്ക് യേശുവിന്റെ നാമത്തെ കൊടുക്കുന്ന രീതിയിലേക്ക്, മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ടാകും. ജാതികൾക്ക് ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എന്താ പറയേണ്ടു എന്ന് വിചാരപ്പെടണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെല്ലാം ഇരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഈ വിധ കാര്യങ്ങളൊക്കെയും സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യം അറിയാവുന്ന കുറച്ച് പേർക്കറിയാം. ഒരുപാട് പേർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബിസിനസിനെ കുറിച്ച്
ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു പേടിയില്ല. എത്ര പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും ഒന്നും പേടിയില്ല. പക്ഷെ ദൈവവചനം എടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണേ. അവിവേകമായത് വായിൽ നിന്ന് വീഴാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിൽ നിന്ന് വീഴാൻ പാടില്ല. നമ്മളിലൂടെ ദൈവത്തിന്റെ കൃപ മാത്രം പ്രവഹിക്കണം. അത്രത്തോളം ആലോചിച്ചാണ് സംസാരിക്കുന്നത്. ഒരു മോശം പോലും വരാതെ നിൽക്കണമെന്നുള്ള ആ ഒരു കൃപയിൽ നിന്ന് സംസാരിക്കണമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഒരു ഭയം തന്നെയാണ്. ഭയം എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധനോടുള്ള, ദൈവത്തോടുള്ള ആ ഒരു സമർപ്പണത്തെ, ആ ഒരു ബഹുമാനത്തിൽ ഞാൻ ഉച്ചരിക്കുന്നത് ദൈവവചനമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ആകുമ്പോൾ നമുക്ക് ആ വചനത്തെ എടുത്ത് സംസാരിക്കുന്ന ഓരോ കാര്യത്തിലും നമുക്ക് അങ്ങേയറ്റം ഹല്ലേലൂയ സ്തോത്രം, നമുക്കായി പുകഴുവാനൊന്നുമില്ല. ഹല്ലേലൂയ, അത്രത്തോളം നമ്മൾ സമർപ്പിക്കപ്പെട്ടവരായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ വരും. നമ്മുടെ സാറിന്റെ മുമ്പിൽ നമ്മൾ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എത്ര പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും പെട്ടെന്ന് അതിനെ അങ്ങ് മറന്നു പോകുന്ന ഒരു രീതിയില്ലേ. ഹല്ലേലൂയ, ആ ഒരു അവസ്ഥയാണ്. എല്ലാം പോകും, നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നുമില്ല. ഹല്ലേലൂയ, ദൈവം തന്നിട്ടല്ലാതെ എനിക്ക് ഒരു വചനത്തിൽ നിന്ന് ഒരു കാര്യവും പറയാൻ എനിക്ക് അറിയില്ല. ഹല്ലേലൂയ, എന്റെ സംസാരിക്കാനുള്ള, ബിസിനസ്സിൽ സംസാരിക്കാനുള്ള കഴിവുകളൊന്നും ഇവിടെ വരുന്നില്ല. യേശുവേ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവം ഇന്ന് എന്നോട് ഈ ഒരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. വിചാരപ്പെടണ്ട. ഇന്ന് ഇതേ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മടിച്ചിരിക്കുകയാണ്, വാ തുറക്കാൻ പേടിയാണ്. ഹല്ലേലൂയ സ്തോത്രം. തെറ്റിപ്പോകുമോ എന്നുള്ള പേടി യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. ആ പേടിയും ഭയമല്ല ഇന്ന് മാറിപ്പോകട്ടെ. നമ്മൾ വിചാരപ്പെടേണ്ടുന്ന കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്കായുള്ള, ഹല്ലേലൂയ, നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളെ ദൈവം വായിലേക്ക് നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാമെന്നുള്ള സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വായെ ദൈവം വിസ്താരത്തിൽ നിറയ്ക്കും. വിചാരപ്പെടണ്ട. ആമേൻ സ്തോത്രം. വൈകെ നീ ഇറങ്ങിക്കോളൂ, പരസ്യയോഗത്തിനായി ഇറങ്ങിക്കൊള്ളൂ. നിന്റെ വായെ ഞാൻ വിസ്താരത്തിൽ നിറയ്ക്കുമെന്ന് യേശുവിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് ഇതേപോലെ ദൈവവചനം എടുത്ത് സംസാരിക്കാൻ മടിച്ചു നിൽക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളോടും ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങിക്കോളൂ. നിങ്ങൾ വിചാരപ്പെടണ്ട എന്ത് സംസാരിക്കുമെന്നുള്ളത്. നിങ്ങൾ വിചാരപ്പെടേണ്ട. ദൈവം നിങ്ങളുടെ വായെ തുറന്ന് വിസ്തൃതമായിട്ട് അതിനെ നിറച്ചു തരും. ദൈവത്തിന്റെ വചനങ്ങളാണ്. യേശു വചനമാകുന്നു. ആ വാക്കുകൾ, വചനമാകുന്ന വാക്കുകൾ നമ്മുടെ വാ വഴി പുറത്തേക്ക് വരും.